ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലുകൾ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നതുകൊണ്ട് അതേപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാമെന്ന് വിചാരിച്ചു. കേരളത്തിലെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. UDF 18 സീറ്റുകളിൽ ജയിച്ച് വൻ ഭൂരിപക്ഷം നേടിയെങ്കിലും മൊത്തം വോട്ടിൻ്റെ എണ്ണവും ശതമാനവും നോക്കുമ്പോൾ UDF വോട്ട് ബാങ്കിൽ ചോർച്ച സംഭവിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിൽ കാര്യമായ ചോർച്ച ഉണ്ടായിട്ടില്ല. ഇത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കും ഇപ്പോഴത്തെ കണക്കും കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോൾ നമുക്കത് ഒന്നുകൂടി വ്യക്തമായിട്ട് വരുന്നുണ്ട്. ജയിച്ചത് ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ UDF വൻ വിജയം, LDF 4-5 സീറ്റുകളിൽ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു സീറ്റിലേക്ക് ഒതുങ്ങി. അതിൻ്റെ ആത്മപരിശോധന ഇരു ക്യാമ്പുകളിലും നടക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ ചില കാര്യങ്ങൾ അതുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ UDF വോട്ട് ബാങ്കിൽ ചോർച്ച വന്നത് ചില മണ്ഡലങ്ങളിൽ വളരെ അധികമാണ്, ചില മണ്ഡലങ്ങളിൽ അത്രയും. ഇപ്പം നമ്മൾ 2 കേസ് സ്റ്റഡി എടുത്തു കഴിഞ്ഞാൽ BJP ജയിക്കുകയും സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂരിൽ, BJP രണ്ടാമത് വന്ന തിരുവനന്തപുരത്തും റണ്ണറപ്പിലും എവിടെയാണ് വോട്ട് ചോർച്ച ഉണ്ടായത് എന്ന ഒറ്റ കേസ് സ്റ്റഡി മാത്രം നോക്കിയാൽ മതി. മറ്റ് മണ്ഡലങ്ങളിലെ പാറ്റേൺ കൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം ഗണ്യമായിട്ട് കുറഞ്ഞു, 1,00,000 വെറും 16,000 താഴ്ന്നപ്പോൾ ജയിച്ചെങ്കിലും ഈ വോട്ട് കുറഞ്ഞ വോട്ടുകൾ എവിടേക്കാണ് പോയത്? അത് രാജീവ് ചന്ദ്രശേഖറിന് പോയി, BJPക്ക് പോയി. LDF വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച കാണുന്നില്ല. കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. അപ്പം വ്യക്തമാകും. അതിൻ്റെ അർത്ഥം എന്താണ്? ക്ഷയം സംഭവിച്ചിരിക്കുന്നത് UDF കോൺഗ്രസ്സിനാണ്. അത് കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം. BJP 4 മുതൽ 6% വരെ സീറ്റുകൾ വോട്ടിംഗ് ശതമാനം ഇക്കുറി വർദ്ധിപ്പിച്ചു. പല മണ്ഡലങ്ങളിൽ വർദ്ധിച്ചപ്പോൾ ചോർന്നത് ആരുടെ വോട്ടുകളാണ്? LDF വോട്ട് ബാങ്കിൽ കാര്യമായ ഒരു ചോർച്ച നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ അപജയം, കോൺഗ്രസിൽ നിന്ന് വോട്ടുകൾ BJPയിലേക്ക് പോകുന്നതിലേക്കും, തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് വരികയും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്ന അവസ്ഥയിലേക്കും പോയി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. യാഥാർത്ഥ്യങ്ങളോട് കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇപ്പം കോൺഗ്രസും UDF ഒരു വലിയ വിജയം ആഘോഷിക്കുമ്പോൾ ഈ ഒരു കണക്കുകളുടെ ഈ ഒരു വിലയിരുത്തൽ ആ പ്രസ്ഥാനത്തിനകത്ത് നടക്കുന്നുണ്ടോ എന്നതും അവർ ആലോചിക്കും. ഇപ്പം തൃശ്ശൂരൂടെ എടുക്കുക. ഇപ്പം തിരുവനന്തപുരം പറഞ്ഞോളൂ, തൃശ്ശൂർ വളരെ വ്യക്തമായ കണക്കുകൾ അതേപ്പറ്റി വന്നിട്ടുണ്ട്. തൃശ്ശൂർ 86,000 വോട്ടിനാണ് സുരേഷ് ഗോപി ജയിക്കുന്നത്. വലിയ നല്ല മികച്ച ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം എങ്ങനെ സുരേഷ് ഗോപിക്ക് കിട്ടി? ഈ സുരേഷ് ഗോപി ഇത്രയും ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പോഴും LDF വോട്ടിൽ 2019 വർധനമുണ്ടായി എന്ന കാര്യം നമ്മൾ കാണാതിരിക്കരുത്. അതായത് 2019 LDF തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഇക്കുറി 16,000 വോട്ടുകൾ കൂടുതൽ കിട്ടിയപ്പോൾ UDF കുറഞ്ഞ കണക്കുകൾ പറയാം. അത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. അവിടെയാണ് സുരേഷ് ഗോപിയുടെ 86,000 ഭൂരിപക്ഷം വരുന്നത്. ഓരോ മണ്ഡലം എടുത്ത് പറയാം. നമ്മൾ മുമ്പും അസംബ്ലി സെഗ്മെന്റ് പറയുമല്ലോ, അത് ഇവിടെയും ഞങ്ങൾ പറയുന്നതാണ്. 7 മണ്ഡലങ്ങളിൽ മണലൂർ എടുക്കുക. മണലൂർ 2019 63,000 വോട്ട് കിട്ടിയ UDF ഇക്കുറി 50,000 വോട്ടേ കിട്ടിയുള്ളൂ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് K മുരളീധരന്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വന്ന കുറവ്, മണലൂരിൽ മാത്രം വന്ന കുറവ് 12,000 പരം വോട്ടുകളാണ് ഒരൊറ്റ അസംബ്ലി സെഗ്മെന്റിൽ. 2 എടുക്കുക, ഒല്ലൂരിൽ 2019 63,000 പരം വോട്ട് UDF സ്ഥാനാർത്ഥി നേടി. ഇക്കുറി അത് 47,000 പരം മാത്രം. കുറവ് 16,000 വോട്ടുകളാണ് 2ാമത്തെ അസംബ്ലി മണ്ഡലത്തിൽ ഒല്ലൂര്. ഇനി നാട്ടിക, 50,000 വോട്ട് 2019 ലോക്സഭയിൽ കിട്ടിയ നാട്ടികയിൽ UDF ഇക്കുറി കിട്ടിയത് 38,000 വോട്ടുകൾ മാത്രമാണ്. കുറവ് 14,000 വോട്ടുകൾ. ഇരിങ്ങാലക്കുട 57,000 ആയിരുന്നു 2019 കിട്ടിയ വോട്ട് UDF. ഇക്കുറി അത് 46,000 മാത്രം. കുറവ് 11,000 വോട്ടുകൾ.
പുതുക്കാട് 7ാമത്തെ മണ്ഡലമായ പുതുക്കാട് 51,000 വോട്ട് 2019 കിട്ടിയ UDFന് ഇക്കുറി കിട്ടിയത് 42,000 വോട്ടുകൾ മാത്രമാണ്. കെ മുരളീധരന് കിട്ടിയത്. നഷ്ടം കുറവ് 16,000 വോട്ടുകൾ. അപ്പൊ ഇത് ഓരോന്നും കൂട്ടി നോക്കുക. ഈ 16ഉം 10 26 27 10 37 4 41 10 51 6 57 10 67 2 69 70,000 വോട്ടുകളുടെ കുറവ് UDFന് സംഭവിച്ചിരിക്കുന്നു. കെ മുരളീധരന് കിട്ടിയില്ല. ഇപ്പൊ സുരേഷ് ഗോപിയുടെ 86,000 എന്ന് പറയുമ്പോൾ 70,000-ഓളം വോട്ടുകൾ UDFന് നഷ്ടമായി ഈ തിരഞ്ഞെടുപ്പിൽ. അപ്പൊ 70,000 തന്നെ കൃത്യക്കണക്കിൽ UDFന് നഷ്ടം വന്നു. പിന്നെ ഒരു 16,000 വോട്ട് സുരേഷ് ഗോപിയുടെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധങ്ങൾ വെച്ചിട്ട് അദ്ദേഹം സിനിമാ നടനാണ്. അദ്ദേഹം പല വാർത്തകളിൽ നിറഞ്ഞ വ്യക്തി എന്ന നിലയ്ക്ക് പലരും പേഴ്സണലി കുറച്ച് വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും. അത് പക്ഷെ ഒരു ചെറിയ വോട്ടുകൾ മാത്രമാണ്. അപ്പൊ ഇങ്ങനെ വോട്ട് ചോർച്ച UDFന് തൃശ്ശൂരിൽ സംഭവിക്കാനുള്ള കാരണം എന്താണെന്നാണ് UDF വിലയിരുത്തേണ്ടത്. DCCയിൽ യോഗം കൂടിയിട്ട് അടിച്ചു പിരിഞ്ചിട്ട് കാര്യമില്ല, കയ്യാങ്കളി നടത്തിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, മുരളി എന്തുകൊണ്ട് മൂന്നാമതായി പോയി എന്നുള്ളത് കോൺഗ്രസ് കൃത്യമായ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. 2, പരമ്പരാഗതമായിട്ട് തൃശ്ശൂരിൽ UDFന് കിട്ടിയ വോട്ടുകളിൽ കുറെ വോട്ടുകൾ ചോർന്നു പോയി. എവിടേക്ക്? BJPയിലേക്കും ചോർന്നു പോയി. സുരേഷ് ഗോപിക്ക് കിട്ടി. ആ കുറവ് ഈ മണ്ഡലങ്ങളുടെ കണക്കിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് കോൺഗ്രസ് വിലയിരുത്തണം, UDF വിലയിരുത്തണം. എന്തുകൊണ്ട് ഈ വോട്ടുകൾ ചോർന്നു പോയി? ആരാണ് പരമ്പരാഗതമായിട്ട് UDFന്റെ കൂടെ നിന്നിട്ട് ഇത്തവണ BJPക്ക് അനുകൂലമായി സുരേഷ് ഗോപിക്ക് അനുകൂലമായി നിലപാട് മാറ്റി? അതിനെക്കുറിച്ച് വിലയിരുത്തൽ ഉണ്ടാകണം. ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് ഞങ്ങൾ എല്ലാ മണ്ഡലവും പറയുന്നില്ല, ഞങ്ങൾ ഒരു സാമ്പിൾ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തെ കണക്കും തൃശ്ശൂരിലെ കണക്കും പറഞ്ഞാണ്. BJP ജയിക്കുകയും രണ്ടാമതെത്തുകയും ചെയ്ത 2 മണ്ഡലങ്ങളിൽ സംഭവിച്ചത് എന്ത്? അവസാനമായിട്ട് അടിവരയിട്ട് പറയുന്നു, UDFന്റെയും കോൺഗ്രസിന്റെയും വോട്ട് ബാങ്കിലെ ചോർച്ച. അത് തരൂരിന്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറച്ചു. അത് സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്കും നയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യത്തെ നമ്മൾ യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ നമുക്കൊരു വിലയിരുത്തലും കൃത്യമാകത്തില്ല. മറ്റു മണ്ഡലങ്ങളിൽ സമാനമായ കുറേ സാഹചര്യങ്ങളുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ